രാത്രി ആയി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിന്റെ ലുക്ക്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇനിയും വീടിന്റെ പ്ലാൻ കിട്ടാത്തവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, കാരണം അത്രയും മെസ്സേജുകൾ എനിക്ക് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. ഓട്ടോ ഡി എം അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് അയക്കേണ്ട കുറച്ച് സമയതാമസമുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് പേർക്കെങ്കിലും ലേറ്റ് ആവുന്നത്. പ്ലാൻ വരയ്ക്കുമ്പോൾ എഞ്ചിനീയർ എടുത്ത് കുറെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് എന്താണെന്ന് അറിയോ, ഇവിടെയും അധികം കാണാത്തൊരു ഡിസൈൻ ആയിരിക്കണം. അത് മാത്രമല്ല, ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വീടും കൂടെ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധം ഉണ്ടായിരുന്നേ. എവിടെയും അധികം കാണാത്തൊരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ചെയ്തെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരു വീട് പണിയുന്ന സമയത്ത് കാണുന്നവർക്ക് ആർക്കും ഈ ഒരു വീടിന്റെ ഡിസൈൻ എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നേ. ഈ ഒരു വീട് ഫ്ലോപ്പ് ആയി പോകുന്നുള്ളതാണ് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പെണ്ണ് വീട് പണി എടുപ്പിച്ചാല് അത് സക്സസ് ആകുമോ എന്നുള്ള കാര്യത്തിലായിരിക്കും എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവുക. എന്റെ കേസിലും അതുണ്ടായിരുന്നു, നല്ലോണം ഉണ്ടായിരുന്നു. വീട് പണി എടുപ്പിക്കുന്ന സമയത്ത് ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ജോലി സ്ഥലത്തായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വീട് പണി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളായിരുന്നു കേട്ടോ എൻ്റെ മുന്നിൽ. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ഈ വീട് പണി നടക്കുന്ന സമയത്ത് ഓവർകം ചെയ്തതെന്നുള്ളത് എനിക്ക് ഇന്നും ഭയങ്കര അതിശയമായിട്ട് തോന്നാറുണ്ട്. ഈ വീട് പണി ശരിക്കും കോൺട്രാക്റ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനും കൂടിയാണ് നോക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്ലാൻ വരയ്ക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടൈം ഞാൻ ഇതിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പോഴൊന്നും ഞാൻ ഇത്രയും റിസൾട്ടൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ഫ്ലോപ്പ് ആയി പോകുന്നു വിചാരിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ഒരു വീട്. ഇതിന്റെ ഡിസൈൻസ് ഇതുപോലെ ചൂസ് ചെയ്യാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിലൊന്ന് ചൂട് കുറയ്ക്കാന്നുള്ളതാണ്. അപ്പൊ ഓടും അതിന്റെ അടിയിൽ സീലിംഗ് ഓടും ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിലുള്ള ഫ്ലോർ മുഴുവൻ നമ്മൾ ഓട് വെച്ച് അതിന്റെ അടിയിൽ സീലിംഗ് ഓട് ചെയ്തതാണ്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്താണെന്നറിയോ, ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു വീടിന്റെ മോഡൽ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പൊളിച്ച് മാറ്റാൻ പറ്റണം, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റും കൂടെ എനിക്ക് ഉണ്ടായിരുന്നേ. അപ്പൊ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു മോഡലുള്ള വീട് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. വീട് എപ്പോഴും ഇത്ര ബഡ്ജറ്റിൽ തീരുമെന്ന് വിചാരിച്ച് ഒരിക്കലും വീട് പണി തുടങ്ങരുത്. 30 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് 35 ആവാം, 40 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45 ആവാം. അപ്പൊ അങ്ങനെ മെറ്റീരിയൽ ക്വാളിറ്റിക്ക് അനുസരിച്ച് എന്തായാലും റേറ്റിന് വ്യത്യാസം വരും. ഒക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ ഇതൊക്കെ പറയാൻ എഞ്ചിനീയർ ആണോ എന്നുള്ളത്. എന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണം തുടക്കത്തിലുള്ള ബഡ്ജറ്റ് ആയിരുന്നില്ല നമുക്ക് അത് അവസാനിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം മെറ്റീരിയൽ ആണെങ്കിലും A to Z നമുക്കിവിടെ ഒന്നേന്ന് തുടങ്ങേണ്ടി വന്നിട്ടുള്ള ആൾക്കാരും കൂടെയാണ്. വേറെ ഒരു ബേസ് ഉണ്ടായിരുന്നില്ല. ഏട്ടന്റെ വരുമാനം മാത്രമായിരുന്നു കേട്ടോ ഈ ഒരു വീട് വെക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രഗിൾ ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വീട് വെച്ചിട്ടുള്ളത്. എടുത്ത സക്സസ് ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ ഈ ഒരു വീടാണ് കേട്ടോ. കാരണം